ചിലർ ജീവിച്ച് മരിച്ച് സായുജ്യമണിയുന്നു. അപൂർവ ചിലർ ജീവിതങ്ങളാകട്ടെ ജീവിതത്തിൽ ഉടനീളം കർമ്മനിരതരെ അവരുടെ ജീവിതം സാഫല്യമാകുന്നു. അതെ, അറിവിയുടെ മേൽ പാവം പൊതിഞ്ഞ പ്രകാശവും പ്രചോദനവും പരത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ ഉണർത്തുകയും ചെയ്യുന്ന അതുല്യ പ്രതീകമാണ് ദേവകേന്ദ്ര ക്രിസ്തീയ കുടുംബങ്ങൾ. കുടുംബം എന്നും പ്രവാചകന്മാരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും വിശുദ്ധ മനുഷ്യരുടെയും സ്രോതസ്സാണ്. ഭദ്രമായ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൽ വേരുപാകിയ കുടുംബം ബന്ധങ്ങൾ പടുത്തെടുക്കപ്പെടുമ്പോൾ അത് ആരോഗ്യപ്രദമായ സാമൂഹിക നിർമ്മിതി തന്നെ ആകുന്നു. ലോകചരിത്രത്തെ മുഴുവൻ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ തക്ക ഹൃദയ വിശാലത, ഒരിക്കലും പറ്റാത്ത സ്നേഹം നെഞ്ചിലേറ്റുവാൻ, നിത്യതയുടെ വെളിച്ചത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, തേജസ്സും ഓജസ്സുമുള്ള ദേവിയുടെ സാദൃശ്യമാകുവാൻ പ്രചോദനം നൽകുന്നു. ഒരു നല്ല ക്രിസ്തീയ കുടുംബം ആകാശമോക്ഷത്തിന്റെ സാദൃശ്യമാകുന്നു എന്നാണ് ചാവർ പിതാവ് പറഞ്ഞു വെക്കുക. ക്രിസ്ത്യയുടെ പൂർണ്ണത്തെ ജീവിച്ച് ക്രിസ്തു ശിഷ്യത്തെ ഉദാരമായി പ്രാവർത്തികമാക്കാനുള്ള ആഹ്വാനമാണ് ഓരോ ക്രിസ്തീയ വിളി. പഞ്ഞം പട്ടിണിയും മലമ്പനിയും വസൂരിയും വന്യമൃഗങ്ങളും വേട്ടയാടിയപ്പോൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൈകളിൽ പിടിപ്പിച്ചത് ക്രൂശിത രൂപവും ജപമാലയും വചനവുമായിരുന്നു. ലോകത്തിന്റെ മായ കാഴ്ചകളിൽ മയങ്ങിപ്പോകുന്ന ജീവിതങ്ങൾക്ക് മനസ്സിലാകാത്ത പാഴ്കഥയാണ് ദേവവിളി. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അച്ഛനാകാൻ പോകുമോ, സിസ്റ്റർ ആകുമോ, വിദേശത്ത് പോയി കുറെ പണമുണ്ടാക്കിയ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ സിനഡാലിറ്റിയിലാണ് സഭയുടെ ഊന്നലും വളർച്ചയും. അതെ, വൈദികർക്കും സന്യസ്തർക്കും ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന സഭാ പാരമ്പര്യമാണ് ക്രിസ്തീയ കുടുംബങ്ങളിൽ നിലനിന്നത്. അടിച്ചേൽപ്പിക്കപ്പെടലുകളില്ലാതെ സ്വയം ബോധത്തിന്റെ പേരിൽ സഭയെ വളർത്തുവാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു പറ്റം സമർപ്പിതർ സഭയുടെ മുതൽക്കൂട്ടായി സുവിശേഷ പ്രഘോഷത്തിനിറങ്ങുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. സഭ എത്രമേൽ പീഡിപ്പിക്കപ്പെട്ടാലും ശരി, ഈ കൂട്ടായ്മയുടെ ശക്തിയാൽ സഭ വിജയപതാക വീണ്ടെടുക്കുക തന്നെ ചെയ്യും എന്ന ആഴമായ വിശ്വാസത്തിലാണ് ക്രിസ്തീയ കുടുംബങ്ങൾ. തീയിൽ കുരുത്തത് വേലത്ത് വാടുകയില്ല. ക്രിസ്തീയ വിശ്വാസത്തിലും ജീവിതത്തിലും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ വേളിൽ എണ്ണാവുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും പോരാ എന്ന തിരിച്ചറിവ് യുവ തലമുറയിലേക്ക് ഒഴുകട്ടെ. ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഭാസം നടത്തുവാൻ അച്ചാരം വാങ്ങിയിറങ്ങി അതിശുദ്ധമായ അംശങ്ങളിൽ അടിവസ്ത്രം അഴിഞ്ഞു പോലും കാട്ടൂരിറക്കി കയ്യടി വാങ്ങി മാധ്യമങ്ങൾ മാറി മാറി മഹാമാരി പോലെ തുനിഞ്ഞിറങ്ങിയിട്ടും കക്കുകളെയും കളപ്പുരയും കാടിയെ പോലെ കളങ്കപ്പെടുത്തി കാർക്കിച്ച് വിഷം തുപ്പിയും കള്ളപ്രചാരം നടത്തിയിട്ടും മുക്കാലെ ഉണ്ടാണ് എന്ന പൊതുജനം പരിഹാസത്തിന്റെ പരമകോടി ഇട്ട് അമ്മാനെ മാടിയപ്പോ പോലും ഒരു കണ്ണും കാണാത്ത ഊറ്റത്തോടെ നല്ല തണ്ടുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. ഈ പാരമ്പര്യത്തിൽ ഊന്നി ഇനി ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിച്ചും പ്രചരിപ്പിച്ചും ഞങ്ങൾ ഇവിടെ എന്ന് ഉറക്കെ പറയുന്ന ക്രിസ്തീയ കുടുംബങ്ങൾ ഉള്ളിടത്തോളം കാലം ക്രിസ്തുവിന്റെ സഭയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ മലമലി വന്ന ഗോപുരം പോലെ അനേകർക്ക് തെളിച്ചവും വെളിച്ചവും നൽകും. തകരുമൊരു ഹൃദയം തടയാനായാൽ, തളരുമൊരു ജീവിതം താങ്ങാനായാൽ, തൂവുമൊരു മിഴിനീർ തുടയ്ക്കാനായാൽ, തമസിൽ നിൻ വെളിച്ചം തെളിക്കാനായാൽ സഫലമേ ഈ യാത്ര. അതിനായി പരസ്പരം നമുക്ക് നമ്മുടെ കൈകൾ കോർക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്. ചെസ് നമ്പർ 601